കുറേ ദിവസങ്ങളായില്ലേ ഇങ്ങനെ മഴ തന്നെ പെയ്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ചൊരു വെയിലുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് സ്കൂൾ തുറക്കായതുകൊണ്ട് ഇന്ന് മഴയൊന്ന് മാറ്റി പിടിച്ചു. സാധാരണ സ്കൂൾ തുറക്കുന്ന ദിവസമാണല്ലോ എന്തായാലും മഴ പെയ്യാറുള്ളത്. അപ്പം ഇന്നിപ്പം മഴ ഇല്ലാതെ ഒന്ന് സ്കൂൾ തുറന്ന് നോക്കിയത്. എന്തായാലും കുട്ടികളൊക്കെ നല്ല ഹാപ്പിയായി ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഫ്രഷ് മൂഡിൽ സ്കൂളിലൊക്കെ പോയി വന്നിട്ടുണ്ടാകും. ഇന്ന് ത്രൂ ഔട്ട് മഴയില്ലായിരുന്നു കേട്ടോ. ഒരു 2 വീക്സായിട്ട് നല്ല മഴ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല, തീരെ മഴയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് വന്ന് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഈ മഴയാവുമ്പോഴേ പെട്ടെന്ന് പെസ്റ്റുകൾ വരും. പച്ചക്കറിയുടെ കാര്യം നോക്കേ വേണ്ട, അത് കംപ്ലീറ്റ്ലി അറ്റാക്ക്ഡ് ആയിരിക്കും. ചെടിയാണെങ്കിലും അതെ, അതുപോലെ തന്നെ പെട്ടെന്ന് അഫക്റ്റഡ് ആവും. പിന്നെ ഇത് എൻ്റെ ഒരു കാലത്തെ ഒരു ഡ്രീം പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഒരു ആസ്പെരാഗസ് ടൈപ്പിൽ വരുന്നൊരു പ്ലാന്റാണ്, ഒരു ഫേൺ ടൈപ്പാണ് ഈ സാധനം വരുന്നത് പക്ക. ഇത് ഞാൻ ഒരുപാട് തവണ നട്ടിട്ടും പിടിക്കാതെ പോയിരുന്നൊരു പ്ലാന്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട്. മേ ബി ഇതതിൻ്റെ ഒരു ടൈം ആയിരിക്കാം. ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഇൻഡോർ ആയിട്ട് ഉണ്ടാവില്ല എന്ന്, പക്ഷേ സെമി ഷെയ്ഡിൽ ഉണ്ടാവും കേട്ടോ. വലിയ കുഴപ്പമില്ലാണ്ട് സെമി ഷെയ്ഡിൽ ഉണ്ടാവുന്നൊരു സാധനമാണ്. പിന്നെ ഇത് നമ്മുടെ ഓക്സാലിസ് പ്ലാന്റ് ആണ്. ഓക്സാലിസ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ് കേട്ടോ. അതിന് പൂവൊക്കെ ഉണ്ടാവും, ഇതാ പൂതാ. ഇതിന് ഒരുപാട് നന വേണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് ഇതേ കണ്ടോ, വെള്ളത്തണ്ട് പോലത്തെ തണ്ടാണ്. അപ്പം അത് ചീഞ്ഞു പോകും. പിന്നെ തീരെ നനയ്ക്കാഞ്ഞാൽ അത് എന്തായാലും ഉണങ്ങിപ്പോവുകയും ചെയ്യും. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം, ഞാൻ DAP ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ക്യാപ്സ്യൂളായിട്ട് കാണുന്നത്. നമ്മുടെ നഴ്സറികളിലൊക്കെ എപ്പോഴും പൂവുണ്ടാകാൻ വേണ്ടിയിട്ട് അവർ ഇട്ട് കൊടുക്കുന്നതാണ്. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇവനെ കണ്ടില്ലേ, ഇവൻ്റെ ഇല എപ്പോഴും ഈ ചുളുങ്ങിയാണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവരൊക്കെ നമുക്കപ്പോൾ ഇനി മാറ്റി വേറെ നട്ട് കൊടുക്കണം. ഞാൻ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പല തരത്തിലുള്ള ചെടികൾ കാണുമ്പോൾ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഒരു വർഷം ഞാൻ ഫുള്ളായിട്ട് നന്നായിട്ട് ചെടികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഒരു 3-4 പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് ഇത് ഞാൻ പ്ലാന്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ കെയർ ചെയ്തതിൽ വന്ന പ്രശ്നമാണോ എന്നറിയില്ല, അത് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു നഴ്സറി വിസിറ്റും കൂടി വേണം. പിന്നെ ഉള്ള ഒരുപാട് പ്ലാന്റ്സ് ഒരുപാടെണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്കിനി പ്രൊപ്പഗേറ്റ് ചെയ്യണം, വേറെ പ്ലാന്റ്സ് ആയിട്ട് മാറ്റി നടണം. എൻ്റെ എല്ലാ പോട്ടിംഗ് മിക്സും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചാണകപ്പൊടിയും കൊക്കോപീറ്റും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട് വെക്കുന്നതുകൊണ്ട് ഒരു 1 ഇയറൊക്കെ പിന്നെ ആ സൈഡിലേക്ക് നോക്കണ്ട, നനച്ചാൽ മാത്രം മതി. പിന്നെ എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അവരൊന്ന് ഹെൽത്തി ആവട്ടെ വിചാരിച്ചു.